ആലപ്പുഴ സനോജ് വധക്കേസിൽ 7 പ്രതികൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ. ആലപ്പുഴ അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് വിധി. സനോജിന്റെ അയൽവാസികളായ പ്രശാന്തിന്റെ അച്ഛൻ പൊടിയൻ എന്നിവരാണ് കേസിലെ 1ഉം 2ഉം പ്രതികൾ. പ്രതികൾക്ക് സനോജിനോടുള്ള മുൻവൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണം. ജൂലൈ 4 ആലപ്പുഴ ആര്യനാട് സ്വദേശി സനോജ് കൊല്ലപ്പെട്ടത്. കൊല്ലപ്പെട്ട സനോജും പ്രതികളായ പ്രശാന്തും പൊടിയനും അയൽവാസികളാണ്. പൊടിയന്റെ മകളും സനോജും അടുപ്പത്തിലായിരുന്നു. ഇരുവരും വീട് വിട്ടുപോയപ്പോൾ പൊടിയൻ ഹൈക്കോടതിയിൽ ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്തു. കോടതിയിൽ ഹാജരാക്കിയ പെൺകുട്ടിയെ വീട്ടിൽ കൂട്ടിക്കൊണ്ടുപോവുകയും മറ്റൊരു വിവാഹം കഴിപ്പിക്കുകയും ചെയ്തു. ഇതോടെയാണ് ഇരു കുടുംബങ്ങളും തമ്മിൽ പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. പിന്നീട് ഭീഷണിയെ തുടർന്ന് സനോജും കുടുംബവും മറ്റൊരിടത്തേക്ക് മാറി താമസിച്ചെങ്കിലും ഏതാനും വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അവിടേക്ക് തന്നെ തിരികെ എത്തി. കൊലപാതക ദിവസം ഉച്ചയ്ക്ക് വീട്ടിലെത്തി ഭക്ഷണം കഴിച്ച് ജോലി സ്ഥലത്തേക്ക് മടങ്ങവേ വീടിന് അടുത്ത് വെച്ച് പ്രതികൾ സനോജിനെ ആക്രമിക്കുകയായിരുന്നു. കൊട്ടേഷൻ സംഘത്തിന്റെ സഹായത്തോടെയായിരുന്നു ആക്രമണം. വടിവാൾ ഉപയോഗിച്ച് വെട്ടി ഇരുമ്പുകൂടം കൊണ്ട് തലക്കടിച്ചുമാണ് കൊലപാതകം നടത്തിയത്. കേസിലെ 1ആം പ്രതി പ്രശാന്ത്, 2ആം പ്രതിയും പ്രശാന്തിന്റെ പിതാവുമായ പൊടിയൻ എന്ന പ്രസാദ്, കിരൺ റോഡ്രിഗസ്, അജിലാൽ, ജോസ് ആന്റണി, അപ്പു, ഫിൻസ്റ്റർ നെറ്റോ എന്നിവർക്കാണ് ആലപ്പുഴ അഡീഷണൽ സെഷൻസ് കോടതി ജീവപര്യന്തം തടവും ഓരോ ₹1,00,000 വീതം പിഴയും ഈടാക്കിയത്. 7 പേർക്കും ജീവപര്യന്തം, പിന്നെ കൂടാതെ എല്ലാവരും ഓരോ ₹1,00,000 വീതം പിഴയും അടയ്ക്കണം. ആ പിഴ തുകയിൽ ₹5,00,000 കൊല്ലപ്പെട്ട സനോജിൻ്റെ മാതാപിതാക്കൾക്ക് നൽകണമെന്നാണ് ഇപ്പോൾ കോടതി വിധി ഉണ്ടായിരിക്കുന്നത്. ഇത് 2014 ജൂലൈ 7 ആര്യാട് റൂറൽ ആശുപത്രിയുടെ മുൻവശം വെച്ചാണ് ഈ സനോജ് എന്ന് പറയുന്ന 28 വയസ്സുള്ള ചെറുപ്പക്കാരനെ ഈ പ്രതികൾ സംഘം ചേർന്ന് ഇരുമ്പ് കൂടം, വലിയ കൂടവും ഇരുമ്പ് കൂടവും അതുപോലെ തന്നെ വടിവാളുകൾ, ഇരുമ്പ് പൈപ്പ് തുടങ്ങിയവ ഉപയോഗിച്ചാണ് മാരകമായി കൊലപ്പെടുത്തിയത്. 32 മുറിവുകൾ സനോജിന്റെ ശരീരത്തിൽ ഉണ്ടായെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. അതിക്രൂരമായ മർദ്ദനമാണ് സനോജിന് ഏൽക്കേണ്ടി വന്നത്. കൊല്ലപ്പെടുമ്പോൾ 28 വയസ്സായിരുന്നു സനോജിന് പ്രായം. ജനം, ആലപ്പുഴ.